മുൻപ് നമ്മൾ മഴയെ തേടി പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മേഘങ്ങളെ തേടി പോകുകയാണ്. മേഘങ്ങളെ തൊടാൻ വേണ്ടി പോകുകയാണ്. അൽ ഫർഫർ മലനിരകളിലേക്കാണ് നമ്മൾ പോകുന്നത്. സമയം ഇപ്പോൾ ഏതാണ്ട് പുലർച്ചെ 3 മണിയാണ്. നമ്മൾ ഇവിടെ നിന്ന് യാത്ര പുറപ്പെടുന്നു. ഇനി നമ്മൾ ആദ്യം ബേസ് ക്യാമ്പിലെത്തും. അവിടെ നിന്നുമാണ് മലമുകളിലേക്ക് പോകുക. ഷാർജ മലീഹ റോഡ് വഴിയാണ് യാത്ര. 100-130 കിലോമീറ്റർ വേഗത്തിൽ നമ്മൾ യാത്ര ചെയ്യുകയാണ്. ചെറിയ തോതിൽ മഴയുണ്ട്. അതോടൊപ്പം തന്നെ അതിശക്തമായിട്ടുള്ള കാറ്റ്. അതിമനോഹരമായിട്ടുള്ള യാത്ര പുലർച്ചെ. മഴ കാണാൻ നമ്മൾ പോയ അതേ ടീമിനൊപ്പം UAE വെതർമാൻ എന്നറിയപ്പെടുന്ന സജാദിനൊപ്പമാണ് നമ്മൾ പോകുന്നത്. സജാദ് ഉണ്ട്. അതോടൊപ്പം തന്നെ സജാദിന്റെ കൂടെ എന്നും യാത്ര ചെയ്യുന്ന ആളുകൾ അവരെല്ലാവരും ഉണ്ട്. വളരെ എക്സൈറ്റഡ് ആയിട്ടാണ്. നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ്. നാച്ചുറൽ ആയിട്ടുള്ള ഏരിയ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അത് നമുക്ക് കിട്ടാത്തതുകൊണ്ട് നമ്മൾ തേടി എത്തുന്നു. അത് തന്നെ. നമ്മൾ ചെറിയൊരു ട്രെക്കിംഗ് എന്നുള്ള രീതിയിൽ പോവാണ്. പിന്നെ ഒരു ബ്രോഡ്കാസ്റ്റ് ചാനൽ നമ്മൾ ആഡ് ചെയ്തപ്പോഴാണ് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലായത്. നല്ല നൈസ് മഴയും നല്ല തണുപ്പും. 45-50 ഡിഗ്രിയാണ് ഇപ്പോൾ ദുബൈയിലുള്ള കാലാവസ്ഥ. ആ കാലാവസ്ഥയിൽ ശരിക്കും ഒരു നാട്ടിൽ പോയൊരു ഫീലാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയുള്ള യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഇതുവരെ വന്ന വാഹനത്തിൽ ഇനി പോകാൻ കഴിയില്ല. 4 വീലർ തന്നെ വേണം. 4x4 വാഹനങ്ങൾ തന്നെ വേണം. കാരണം നല്ല ചെങ്കുത്തായ മലനിരകളിലൂടെയാണ് നമ്മുടെ യാത്ര. മലമുകളിലേക്ക് പോകുമ്പോൾ വസ്ത്രങ്ങളുടെ കാര്യത്തിലും ഒരു നല്ല ശ്രദ്ധയുണ്ടാകുന്നത് നല്ലതാണ്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് പോലുള്ള വസ്ത്രങ്ങൾ പറ്റില്ല. ഇപ്പോൾ ഇവിടെ നല്ല കാറ്റൊക്കെ ഉണ്ട്. ഇനി മുകളിലേക്ക് ചെല്ലുമ്പോഴേക്കും ഈ കാറ്റ് കൂടും. ഒരു നല്ല കാലാവസ്ഥ നമുക്ക് അനുഭവപ്പെടും. മുകളിലേക്ക് ചെല്ലുമ്പോഴേക്കും അതാകില്ല അവസ്ഥ. നല്ല കൊടും തണുപ്പായിരിക്കും. ഒരു പക്ഷേ 20 ഡിഗ്രി സെൽഷ്യസോ അതിൽ താഴെയൊക്കെ ആയിരിക്കും കാലാവസ്ഥ തണുപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് മുകളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഈ യാത്രയിൽ നമ്മൾ പങ്കാളികളാകുമ്പോൾ അങ്ങനെയുള്ള വസ്ത്രത്തിന്റെ കാര്യത്തിൽ കൂടിയൊക്കെ നല്ല ശ്രദ്ധ വേണം. ഈ യാത്രയ്ക്ക് വരുമ്പോൾ പ്രത്യേകം ഓർക്കുക, വാഹനങ്ങൾ 4x4 വാഹനങ്ങൾ തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ ഇതുപോലുള്ള കയറ്റം കയറാൻ കഴിയില്ല. അപകടത്തിൽപ്പെടാൻ ഇടയുണ്ട്. മാത്രമല്ല മലമുകളിൽ എത്തുമ്പോഴേക്കും ചാറ്റൽ മഴയുണ്ടാകും. ഈ റോഡിലെല്ലാം മണ്ണും ചെളിയും എല്ലാം കൂടെ കൂടിക്കുഴഞ്ഞ ഒരവസ്ഥയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ മലമുകളിലേക്ക് പോകുക അത്രയ്ക്ക് എളുപ്പമാകില്ല. മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ ഈ മലമുകളിൽ എത്തി നിൽക്കുകയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 650 മീറ്റർ ഉയരത്തിലാണ് ഫർഫർ മലനിരകൾ. ആ മലമുകളിൽ എത്തുമ്പോൾ ഇതാണ് കാഴ്ച. അങ്ങനെ നമ്മൾ മലമുകളിൽ എത്തിയിരിക്കുകയാണ്. നമ്മളെ മലമുകളിലേക്ക് കൊണ്ടുവന്നത് UAE വെതർമാൻ എന്നറിയപ്പെടുന്ന സജാദാണ്. സജാദിനൊപ്പമാണ് മുൻപ് നമ്മൾ മഴ കാണാൻ പോയിട്ടുള്ളതും ഇപ്പോൾ മേഘങ്ങളെ തേടി ഇവിടെ വന്നിരിക്കുന്നു. ആദ്യം ഇത്രയും നല്ലൊരു അനുഭവം, ഇത്രയും മനോഹരമായിട്ടുള്ളൊരു കാഴ്ച സമ്മാനിച്ചത് വളരെയധികം നന്ദി. ഇത് കണ്ടിട്ടാണ് ഇനി ആളുകൾ ഇങ്ങോട്ട് വരുന്നത്. ഏതായാലും സജാദിന്റെ കൂടെ ഈ കാഴ്ച കാണാൻ വരാൻ ആഗ്രഹിക്കുന്ന ഒരാൾ എന്താണ്? ഇവിടെ ക്ലൗഡ് വരുന്ന ഒരു സമയത്ത് വരുന്നതാണ് ഏറ്റവും ബെറ്റർ. ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയില് ഫോർകാസ്റ്റ്, അങ്ങനെ നിങ്ങൾ ഫോർകാസ്റ്റ് ചെയ്ത് ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഇവിടെ വരാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം. ടോപ്പായിട്ടുള്ള 4x4 വണ്ടികൾക്ക് മാത്രമേ ഇവിടെ വരാൻ പറ്റുള്ളൂ. ഏകദേശം അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസും 4x4 ഓപ്ഷനുള്ള നല്ല സിസ്റ്റം ഉള്ള വണ്ടികൾക്ക് മാത്രമേ ഇങ്ങോട്ട് കയറി വരാൻ പറ്റുള്ളൂ. കയറി വന്നാൽ ഇവിടെ നിങ്ങളൊരു സ്വർഗത്തിലെത്തിയ ഒരു ഫീലിംഗ് ആയിരിക്കും. കാരണം നമ്മളെ സിറ്റിയിൽ ഏകദേശം ടെമ്പറേച്ചർ ഇപ്പോൾ 40-45 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇപ്പോൾ ടെമ്പറേച്ചർ നേരെ പകുതിയായിട്ട് ഇവിടെ ഇപ്പോൾ ഒരു 21-22 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ക്ലൗഡ് ഫോർകാസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുവാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാനുള്ള വേ പോയിന്റ് ഞാൻ അയച്ചു തരാം. ഗൂഗിൾ വേ പോയിന്റ്. അത് ജസ്റ്റ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഈ മലയിൽ എത്തിച്ചേരാം. ചിലപ്പോൾ നമ്മൾ സിറ്റിയിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ഒട്ടും വളരെ കാഷ്വൽ ഒക്കെ ആയിട്ടായിരിക്കും ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ ഷൂട്ടിലേക്ക് വരുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങനെ ഡ്രസ്സിന്റെ കാര്യത്തിലും ഷൂവിന്റെ കാര്യത്തിലും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഉള്ളതുകൊണ്ട് ചെപ്പൽ ഇടുന്നതായിരിക്കും ബെറ്റർ.
ഷൂവിന് പകരം, കാരണം ഷൂ പെട്ടെന്ന് നനയും. പിന്നെ ഡ്രസ്സൊക്കെ നോർമൽ ഡ്രസ്സ്, സമ്മറിലിടുന്ന ഡ്രസ്സ് തന്നെ മതി. കാരണം തണുപ്പെന്ന് പറയുന്നത് ഏകദേശം ഒരു 21 to 24 ആണ്. പക്ഷെ ഈ ക്ലൗഡ് വരുമ്പോഴാണ് അതിന്റെ ഒരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു നോർമൽ ടെമ്പറേച്ചറാണ് ഉണ്ടാവുക. ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ ഇതുപോലുള്ള കാഴ്ചകളാണ് സ്വർഗം എന്ന് പറയുന്നത്. അല്ലാതെ മറ്റൊന്നും തന്നെയല്ല, ഇതുപോലുള്ള അനുഭവങ്ങളാണ്. ഏതായാലും മരുഭൂമിയിൽ നിന്ന് ഇവിടെ വരുന്നതാണ് ശരിക്കുള്ള ഒരു സ്വർഗം. ഇങ്ങനത്തെ ഒരു കാലാവസ്ഥ ആരും പ്രതീക്ഷിച്ചു കാണില്ല. ശരിക്കും ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വെച്ചാൽ ഭയങ്കര ചൂടുന്ന ഒരു തണുത്ത കാലാവസ്ഥയിലേക്കാണ് നമ്മൾ വരുന്നത്. സജാതമായി ഉള്ള കാരണമാണ് കുറെയൊക്കെ നമ്മള് ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും എത്തിപ്പെടുന്നത്. മല കയറിയപ്പോ ആണെങ്കിൽ പ്രത്യേക അനുഭൂതി. മഴയോ മഞ്ഞോ കാറ്റോ എല്ലാം കൂടെ ഒന്നിച്ച് വന്നിട്ട് ഏതോ ഒരു ലോകത്തെത്തിയ ഫീലായി. അതിശക്തമായി വീശിയടിക്കുന്ന കാറ്റ്, ആ കാറ്റിൽ പിടിച്ചു നിൽക്കാൻ തന്നെ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ്. ദുബായ് നഗരത്തിലും ഷാർജയിലും ഒക്കെ 50 ഡിഗ്രി സെൽഷ്യസിന് അടുത്ത് താപനില എത്തി നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഇതുപോലെ കാറ്റടിക്കുന്നത്. കോടമഞ്ഞ്, ആ മഞ്ഞിനൊപ്പം പെയ്യുന്ന മഴ, ഇതെല്ലാം ആസ്വദിച്ച് ഒരു സ്വർഗീയ അനുഭവത്തിന് വേണ്ടി ഈ മലനിരകളിലേക്ക് വരണം. അപ്പൊ നമ്മളിങ്ങോട്ട് കയറുന്ന സമയത്ത് ആ ടയർ ഒന്ന് ബെസ്റ്റ് ആയതാണ്. അപ്പൊ ഇതിപ്പോ സ്ലോപ്പാണ്, മഴ പെയ്യുന്ന നല്ല സ്ലിപ്പറിയാണ്. നല്ല ചൂടുന്ന് ഇങ്ങോട്ട് ഞങ്ങള് രാവിലെ വന്നപ്പോ തന്നെ ഞങ്ങള് 2 മണിക്ക് വന്നിട്ട് നല്ല അവിടെ കിടന്നു. ഭയങ്കര ഫീലിംഗ് ആയിരുന്നു അത്. സജാദിന്റെ ഒപ്പമുള്ള യാത്ര എന്ന് പറഞ്ഞാൽ എപ്പോഴും വെറൈറ്റി ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പൊ കണ്ടില്ലേ, ഇവിടുത്തെ ക്ലൈമറ്റ് കണ്ടില്ലേ, 21 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ തണുപ്പ്. 650 മീറ്റർ ഹൈറ്റിലാണ് നിൽക്കുന്നത്. ദൂരെ നിന്നും വരുന്നവർ, ഇപ്പോൾ ഷാർജയിൽ നിന്നോ ദുബായിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ പുലർച്ചെ പുറപ്പെട്ടതിന് ശേഷം ഈ മലയുടെ താഴ്വാരത്തിൽ ഏതാണ്ട് ഒരു 4:30-5 മണിക്കുള്ളിൽ എത്തുക. അവിടെ എത്തി ഒന്ന് വിശ്രമിച്ചതിന് ശേഷം വാഹനത്തിന്റെ കാറ്റൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 18-20 മാറ്റിയതിനു ശേഷം അവിടെ നിന്ന് നമ്മൾ പുറപ്പെടുക. ഏതാണ്ട് ഒരു 4:30 പുറപ്പെട്ടു കഴിഞ്ഞാൽ 6 മണിയൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ ഈ മലമുകളിൽ ഈ അവസ്ഥയിലെത്തും. ഇങ്ങോട്ട് എത്തുന്ന സമയത്ത് ആ ഒരു ചാറ്റൽ മഴയും ആ ഒരു തണുപ്പും ഭയങ്കര ഫീല്, ഒരു രക്ഷയില്ല. പഴയ കാറ്റൊക്കെ അടിപൊളി, നല്ല ക്ലൈമറ്റ്. ഷാർജയിൽ നിന്ന് എത്തിയപ്പോൾ നല്ല വ്യത്യാസം. രാവിലെ ഒരു 6 മണി 6:30 നമ്മൾ ഇവിടെ എത്തണം. എങ്കിൽ മാത്രമേ ഇതുപോലുള്ള കാഴ്ച നമുക്ക് ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ. നമുക്ക് ചുറ്റും ഇതുപോലെ വീശിയടിക്കുന്ന കാറ്റും കോടമഞ്ഞും ഒക്കെയാണ്. അതൊക്കെ ഏതാണ്ട് ഒരു 10-11 മണി വരെ ഇതുപോലെ ഉണ്ടാകും. പക്ഷെ അതിരാവിലെ എത്തുക എന്നാൽ നമുക്ക് ആവശ്യത്തിന് സമയം കിട്ടും.